ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമിസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നത്. അതിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നോക്കുന്നത്. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന ഭാഗം നോക്കാം. വിദ്യാഭ്യാസം ഒരു ജനതയെ നയിക്കാൻ എളുപ്പമാക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ സ്കൂളിൽ നിന്ന് വേണ്ട വിധത്തിൽ പര്യാപ്തമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി, അതുപോലെ തന്നെ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ പ്രാതിനിധ്യത്തോടു കൂടിയുള്ള സ്കൂളുകളല്ല എങ്കിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതിൻ്റെ ഗുണമുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കുന്ന നിർബന്ധ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. മറ്റൊന്ന്, സ്കൂളുകളും പ്രോഗ്രാമുകളും എല്ലാവർക്കും പ്രാപ്യമാണെന്ന് സംസ്ഥാനം ഉറപ്പാക്കണം. ഇതിന് 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, പ്രവേശനക്ഷമത എന്നത് എല്ലാ ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ ഭേദമില്ലാതെ കിട്ടുന്നതായിരിക്കണം. മറ്റൊന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത കൊണ്ടുവരാൻ കഴിയണം. മൂന്നാമതായി, പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യത കൊണ്ടുവരാൻ കഴിയണം. ഈ രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടത്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറച്ചു കാലം മാത്രം നൽകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ മാതാപിതാക്കൾക്ക് മക്കളുടെ വിദ്യാഭ്യാസം നിക്ഷേപിക്കുന്നതിന് സാമ്പത്തികമായി യുക്തിരഹിതമായി കാണുന്ന ഒരു രീതിയിൽ, അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി സാമ്പത്തികമായി ചെലവഴിക്കുന്നത് യുക്തിരഹിതമായ ഒരു കാര്യമാണെന്ന് ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം വരണം. പ്രവേശനക്ഷമതയുടെ 2ാമത്തെ മാനം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള പ്രവേശനക്ഷമതയാണ്. അതായത് കെട്ടിടങ്ങളുടെ രൂപകൽപ്പന വൈകല്യമുള്ള കുട്ടികൾക്കും ഒക്കെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ആയിരിക്കണം കെട്ടിടങ്ങളെ രൂപകൽപ്പന ചെയ്യേണ്ടത്. കൂടാതെ വിദ്യാഭ്യാസം ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു ഭൗതിക പരിധിയിലാണ്, അതായത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ആ രീതിയിലായിരിക്കണം കെട്ടിടങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 3ാമത്തെ മാനം സാമ്പത്തിക പ്രവേശനക്ഷമതയാണ്. പ്രാഥമികവും അടിസ്ഥാനപരമായ ഘട്ടത്തിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കണമെന്ന് അന്താരാഷ്ട്ര നിയമം ആവശ്യപ്പെടുമ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ദുർബലമായിട്ടുള്ള ബാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ സൗജന്യ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കുള്ള പുരോഗതി ഉണ്ടാവണം. ഇതിനർത്ഥം സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകേണ്ടതാണെങ്കിലും സൗജന്യ സെക്കൻഡറി ടേഴ്സറി വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഗവൺമെൻറ്റുകളും കൃത്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. അതായത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്വീകാര്യമായ രീതിയിൽ വിദ്യാഭ്യാസം നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൻ്റെ പ്രാധാന്യം വിവരിക്കാൻ ഉപയോഗിക്കുന്ന ആശയമാണ് സ്വീകാര്യത. എന്നാൽ പരിസ്ഥിതിക്ക് ഭൗതിക സാഹചര്യങ്ങളും അക്രമം, ഷെഡ്യൂളിംഗ് തുടങ്ങിയ വശങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല കുട്ടികളെ വികസിപ്പിക്കാനും പഠിക്കാനും പ്രാപ്തരാക്കുകയും വേണം. സ്കൂളുകളിലെ ശാരീരിക ശിക്ഷ കുട്ടികളുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. ക്രൂരവും മനുഷ്യത്വരഹിതവും നിന്ദ്യവുമായ പെരുമാറ്റത്തെ സൂചിപ്പിക്കുന്ന മനുഷ്യാവകാശ ഭാഷയിൽ ഭീഷണിപ്പെടുത്തുന്നത് അഭിസംബോധന ചെയ്യാവുന്നതാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിൻ്റെ ആദ്യകാല അന്തർദേശീയ വ്യവഹാരം മുതൽ വിദ്യാഭ്യാസത്തിന് മാതാപിതാക്കളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട 2ാമത്തെ മാനം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാനുള്ള മാതാപിതാക്കളുടെ അവകാശം എന്നുള്ളതാണ്. സ്കൂളുകളിലെ ശാരീരിക ശിക്ഷയെക്കുറിച്ചുള്ള ദേശീയ നിയമങ്ങളെ വെല്ലുവിളിക്കാനും രക്ഷിതാക്കൾ ഈ മനുഷ്യാവകാശം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദക്ഷിണാഫ്രിക്കയിലെ ക്രിസ്ത്യൻ സ്കൂളുകൾ ശാരീരികമായിട്ട് ശിക്ഷ നിരോധിക്കുന്നത് ഭരണഘടന പ്രകാരം മാതാപിതാക്കളുടെ മതം ആചരിക്കാനുള്ള മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുക എന്നതാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അവകാശത്തോടുള്ള ബഹുമാനം കുട്ടികളുടെ താല്പര്യങ്ങളുമായി എങ്ങനെ കണക്കാക്കാമെന്ന് ഭരണഘടനാ കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ശാരീരിക ശിക്ഷയ്ക്കെതിരെ പൊതുനിരോധനം ഉയർത്തിപ്പിടിക്കുന്നതിനെ അനുകൂലിച്ച് കോടതി ഒരു നിയമം കൊണ്ടുവന്നു. ശാരീരിക ശിക്ഷ നിരോധിക്കുന്ന നിയമം എല്ലാ കുട്ടികളുടെയും അന്തസ്സിനും ശാരീരിക സമഗ്രതയ്ക്കും വേണ്ടിയുള്ള ബഹുമാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്യുന്നതായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിൻ്റെ 4ാമത്തെ വശം എന്ന് പറഞ്ഞത് പൊരുത്തപ്പെടൽ എന്ന ആശയമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശനത്തിന് മാത്രമായി വിദ്യാഭ്യാസം ഉതകുന്നിടത്തോളം ചില കുട്ടികൾ ജീവിതത്തിന് അനുയോജ്യമല്ലാത്തവരായിരിക്കും. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കൺവെൻഷൻ്റെ ആർട്ടിക്കിൾ 29 വിദ്യാഭ്യാസത്തിനായി നിരവധി ലക്ഷ്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രത്യേക മൂല്യങ്ങളോട് ആദരവ് വളർത്തുന്നതുമാണ് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി റൈറ്റ് ടു ഹെൽത്ത് എന്നുള്ളതാണ്. ആരോഗ്യത്തിന് ഉള്ള അവകാശം എന്നത് എല്ലാവർക്കും
ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അല്ലേ. അപ്പോൾ ആരോഗ്യത്തിനുള്ള അവകാശത്തെ UN പറയുന്നത് എങ്ങനെയാണ്? ആരോഗ്യ പരിപാലനവും ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന നിർണായക ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഫലപ്രദവും സംയോജിതവുമായ ആരോഗ്യ സംവിധാനത്തിനുള്ള അവകാശമാണ്. അത് ദേശീയവും പ്രാദേശികവുമായ മുൻഗണനകളോട് പ്രതികരിക്കുന്നതും എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ആരോഗ്യത്തിനുള്ള അവകാശം എന്നാൽ ആരോഗ്യ സംരക്ഷണം എന്ന് ചൂണ്ടിക്കാണിക്കാൻ UN പ്രവേശനക്ഷമതാ പ്രിസം ഉപയോഗിക്കുന്നുണ്ട്. സമ്പന്നർക്ക് മാത്രമല്ല, ദാരിദ്ര്യത്തിൽ കഴിയുന്ന എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്നതായിരിക്കണം ആരോഗ്യത്തിനുള്ള അവകാശം എന്നുള്ളത്. അതായത് ഭൂരിപക്ഷ വംശീയ വിഭാഗങ്ങൾ മാത്രമല്ല, ന്യൂനപക്ഷങ്ങളും തദ്ദേശീയരും നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാത്രമല്ല, വിദൂര ഗ്രാമവാസികളും പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ആരോഗ്യ സംവിധാനം എല്ലാ പിന്നോക്കാവസ്ഥയിലുള്ള വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പ്രാപ്യമാക്കുന്ന തരത്തിലായിരിക്കണം. അപ്പോൾ UN ഉടമ്പടിയിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യത്തിനുള്ള അവകാശത്തിൻ്റെ വ്യാഖ്യാനം സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കായുള്ള UN കമ്മിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ബഹുമാനിക്കാനും സംരക്ഷിക്കാനും നിറവേറ്റാനും അവർ ഒരേ ട്രിപ്പിറ്റ് ബാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. അവയുടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, അതായത് ബഹുമാനിക്കാനുള്ള ബാധ്യത, അവകാശം എന്നിവ ആസ്വദിക്കുന്നത് തടയാൻ കഴിയുന്ന നടപടികൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനുള്ള അവകാശത്തെ മാനിക്കുന്നതിന് സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ്. പ്രതിരോധം, രോഗശമനം, പാലിയേറ്റീവ് ആരോഗ്യ സേവനങ്ങളിലെ എല്ലാ വ്യക്തികൾക്കും തുല്യമായ പ്രവേശനം നിഷേധിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുക, അതുപോലെ തന്നെ പരമ്പരാഗത പ്രതിരോധ പരിചരണം, രോഗശാന്തി രീതികൾ, മരുന്നുകൾ എന്നിവ നിരോധിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക, സുരക്ഷിതമല്ലാത്ത മരുന്നുകളുടെ വിപണനം, അതുപോലെ നിർബന്ധ മെഡിക്കൽ ചികിത്സ പ്രയോഗിക്കൽ, ലൈംഗികവും പ്രത്യുൽപാദനപരവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനുള്ള ഗർഭനിരോധന മാർഗങ്ങളിലേക്കും മറ്റു മാർഗങ്ങളിലേക്കും പ്രവേശനം പരിമിതപ്പെടുത്തുക. കൂടാതെ ലൈംഗിക വിദ്യാഭ്യാസവും വിവരങ്ങളും ഉൾപ്പെടെയുള്ള ആരോഗ്യ സംബന്ധിയായ വിവരങ്ങൾ സെൻസർ ചെയ്യൽ, തടഞ്ഞു വയ്ക്കൽ അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റായി പ്രതിനിധീകരിക്കൽ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ രണ്ടാമതായി, മതിയായ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള അവകാശത്തിൽ മൂന്നാം കക്ഷികൾ ഇടപെടുന്നതിൽ നിന്ന് തടയുന്ന നടപടികൾ സംസ്ഥാനങ്ങൾ സ്വീകരിക്കണമെന്ന് സംരക്ഷിക്കാനുള്ള ബാധ്യത ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ സംബന്ധിയായ സേവനങ്ങൾക്കും തുല്യമായ പ്രവേശനം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ കടമകൾ വരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയുടെ സ്വകാര്യവൽക്കരണം, ആരോഗ്യ സൗകര്യങ്ങളുടെയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത, പ്രവേശനക്ഷമത, സ്വീകാര്യത, ഗുണമേന്മ എന്നിവയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഇനി മൂന്നാം കക്ഷിയുടെ മെഡിക്കൽ ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും വിപണനം നിയന്ത്രിക്കുക. പരമ്പരാഗത ആചാരങ്ങൾക്ക് വിധേയരാകാൻ സ്ത്രീകളെ നിർബന്ധിക്കുന്നതെന്ന് മൂന്നാം കക്ഷിയെ തടയുക. സമൂഹത്തിലെ ദുർബലരായ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, കൗമാരക്കാർ, പ്രായമായവർ എന്നിവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക. അപ്പോൾ അവസാനമായി, നിറവേറ്റാനുള്ള ബാധ്യത, ആരോഗ്യത്തിനുള്ള അവകാശം ആസ്വദിക്കാൻ വ്യക്തികളുടെയും ഗ്രൂപ്പുകളെയും പ്രാപ്തരാക്കുന്ന പോസിറ്റീവ് നടപടികൾ സംസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിർവഹിക്കാനുള്ള ബാധ്യതയ്ക്ക് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ദേശീയ രാഷ്ട്രീയ നിയമവ്യവസ്ഥയിൽ ആരോഗ്യത്തിനുള്ള അവകാശത്തിന് മതിയായ അംഗീകാരം നൽകണം. ആരോഗ്യത്തിനുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് വിശദമായ പദ്ധതിയോടുകൂടി ഒരു ദേശീയ ആരോഗ്യ നിയമം സ്വീകരിക്കണം. അതുപോലെ തന്നെ പ്രധാന പകർച്ചവ്യാധിക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണം. ദെൻ പോഷകസമൃദ്ധമായ സുരക്ഷിതമായ ഭക്ഷണവും കുടിവെള്ളവും അടിസ്ഥാന ശുചിത്വം, മതിയായ പാർപ്പിടവും സൗകര്യങ്ങളും പോലുള്ള ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന നിർണായക ഘടകങ്ങളിലേക്ക് എല്ലാവർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മറ്റൊന്ന്, ഡോക്ടർമാരുടെയും മറ്റു മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെയും ഉചിതമായ പരിശീലനം ഉറപ്പാക്കണം. അതുപോലെ മതിയായ എണ്ണം ആശുപത്രികൾ, ക്ലിനിക്കുകൾ, മറ്റ് ആരോഗ്യ സംബന്ധിയായ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുക. എല്ലാവർക്കും താങ്ങാനാവുന്ന ഒരു പൊതു, സ്വകാര്യ അല്ലെങ്കിൽ സമ്മിശ്ര ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം നൽകുക. മെഡിക്കൽ ഗവേഷണവും ആരോഗ്യ വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് HIV, എയ്ഡ്സ്, ലൈംഗികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യം, പരമ്പരാഗത രീതികൾ, ഗാർഹിക പീഡനം, മദ്യത്തിൻ്റെ ദുരുപയോഗം, സിഗരറ്റ്, മയക്കുമരുന്ന്, മറ്റ് ദോഷകരമായ പദാർത്ഥങ്ങൾ എന്നിവയുടെ ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവര പ്രചരണങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഇനി വരുന്നത് ഹൗസിംഗ് ആണ്. അപ്പോൾ ആരോഗ്യത്തിനുള്ള അവകാശം എന്നതിനർത്ഥം ഒരു വ്യക്തിക്ക് സർക്കാരിൽ നിന്ന് പരിധിയില്ലാത്ത വിഭവങ്ങൾ ആവശ്യപ്പെടാം എന്നതല്ല, മറിച്ച് ഭവന അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഭവനാവകാശങ്ങളും ആരോഗ്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. നന്നായി ശില്പങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ആഡംബര മാളികയിൽ താമസിക്കാനുള്ള എല്ലാവരുടെയും അവകാശമല്ല, മറിച്ച് 1948 മനുഷ്യാവകാശങ്ങളുടെ
സാർവത്രിക പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയതു മുതൽ ഭവന നിർമ്മാണത്തിലുള്ള അവകാശത്തിൻ്റെ വികസനത്തിൻ്റെ കേന്ദ്രബിന്ദു പര്യാപ്തത എന്ന ആശയമാണ്. ഈ ഒരു ആശയം നമ്മെ പാർപ്പിടം, ഒരാളുടെ തലയ്ക്ക് മുകളിലുള്ള മേൽക്കൂര, അവകാശത്തിൻ്റെ വ്യക്തിഗത ഉടമകളുടെ നിർണായക ആശങ്കകളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ഭവന സ്ഥിതി ഗുരുതരമാണ്. 600 ദശലക്ഷത്തിലധികം നഗരവാസികളും 1 ബില്യണിലധികം ഗ്രാമീണരും വെള്ളം, ശുചിത്വം, ഡ്രെയിനേജ്, മാലിന്യ ശേഖരണം എന്നിവയുടെ അപര്യാപ്തമായ, തിങ്ങി നിറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായിട്ടുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് UN കണക്കാക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കുള്ള UN കമ്മിറ്റി മതിയായ ഭവനത്തിലുള്ള അവകാശങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇനി പറയുന്ന വശങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് പര്യാപ്തതയെക്കുറിച്ചുള്ള ചോദ്യത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അഭിസംബോധന നൽകുന്നുണ്ട്. അതായത് കാലാവധിയുടെ നിയമപരമായ സുരക്ഷ, സേവനങ്ങൾ, മെറ്റീരിയലുകൾ, സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ ലഭ്യത, താങ്ങാനാവുന്ന വില, വാസയോഗ്യത, പ്രവേശനക്ഷമത, സ്ഥാനം, സാംസ്കാരിക പര്യാപ്തത എന്നിവ. ഇനി കുടിയൊഴിപ്പിക്കലിനെ ഇനി പറയുന്ന രീതിയിൽ നിർവഹിച്ചിരിക്കുന്നു. വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ സമൂഹങ്ങളുടെയോ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവർ കൈവശം വച്ചിരിക്കുന്ന വീടുകളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഉചിതമായ വ്യവസ്ഥകളോ പ്രവേശനമോ ഇല്ലാതെ ശാശ്വതമോ താൽക്കാലികമോ ആയ നീക്കം ചെയ്യുന്നതിനാണ് കുടിയൊഴിപ്പിക്കുക എന്ന് പറയാം. അതായത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റും ലോകബാങ്കും സ്വമേധയാ പുനരുദ്ധരിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിപുലമായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ശുപാർശകളും ചില സന്ദർഭങ്ങളിൽ നിർബന്ധ കുടിയൊഴിപ്പിക്കൽ തടയുന്നതിനോ നിർത്തുന്നതിനോ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടാതെ ഭവന നിർമ്മാണം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെന്ന് സർക്കാരുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വകാര്യതയ്ക്കുള്ള അവകാശങ്ങൾ പോലെയുള്ള മറ്റ് അവകാശങ്ങൾ പോലെ മൗലിക ക്ലെയിമുകൾക്ക് എതിരായി ഭവനാവകാശങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഗുജറാത്തിലെ ജനങ്ങളുടെ വെള്ളത്തിനുള്ള അവകാശവും ഇന്ത്യയിലെ നർമ്മദ അണക്കെട്ടിനായി വെള്ളപ്പൊക്കത്തിനായി നിയുക്തമായ പ്രദേശത്തെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് കുടിയിറക്കാൻ പോകുന്നവരുടെ അവകാശവും പരിഗണിക്കേണ്ടതാണ്. എന്നിരുന്നാലും മനുഷ്യാവകാശങ്ങളുടെ തത്വങ്ങൾ തീരുമാനമെടുക്കൽ പ്രക്രിയയുടെ മൂല്യനിർണ്ണയത്തിലുള്ള പദാവലി നൽകുന്നുണ്ട്. ഒരു കൂട്ടം അവകാശ ക്ലെയിമുകൾക്ക് ജുഡീഷ്യൽ മുൻഗണന നൽകിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നത് ഒഴിവാക്കാൻ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ഭൂരിപക്ഷവും ശ്രദ്ധാലുവായിരുന്നു. പരസ്പര വിരുദ്ധമായിട്ടുള്ള അവകാശങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗുജറാത്തിലെ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു അണക്കെട്ട് നിർമ്മാണം മാത്രമായിരുന്നു പരിഹാരമെങ്കിൽ വീടും കൃഷിഭൂമിയും വെള്ളത്തിൽ മുങ്ങുന്ന മറ്റൊരു ജനവിഭാഗത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഉചിതമായിട്ടുള്ള പരിഗണനയ്ക്കും മനസ്സിൻ്റെ പൂർണ്ണമായ പ്രയോഗത്തിനും ശേഷം സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത്തരം നിയമത്തിനെതിരെ കോടതി അപ്പീലിലിരിക്കരുത്. ഭവന നിർമ്മാണത്തെക്കുറിച്ചുള്ള ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഭവന നിർമ്മാണത്തിലുള്ള അവകാശത്തിനെതിരായ ചില പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്ക് തുല്യമാണെന്നും ഇപ്പോൾ വ്യക്തിഗത ക്രിമിനൽ ഉത്തരവാദിത്തത്തിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കായുള്ള റോം ചട്ടത്തിൽ പരാമർശിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് നാടുകടത്തൽ അല്ലെങ്കിൽ ആളുകളെ നിർബന്ധ കൈമാറ്റം എന്നിവ ഉൾപ്പെടെയുള്ള സിവിലിയൻ ജനതയ്ക്കെതിരായ വ്യാപകമോ ആസൂത്രിതമോ ആയ ആക്രമണം മനുഷ്യരാശിക്കെതിരായ ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യമാണെന്ന് നമുക്ക് പരാമർശിക്കാം. അപ്പോൾ ഭവനങ്ങൾ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങൾ നേരിട്ട് പ്രസക്തമായൊരു കാര്യമാണ്. ഇവിടുത്തെ നിയമം സങ്കീർണമാണ്. സായുധ സംഘടനകളിൽ ആവശ്യമായ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ 3 വ്യത്യസ്ത അന്താരാഷ്ട്ര യുദ്ധക്കുറ്റങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഒന്നാമതായി, സൈനിക ആവശ്യകതയാൽ ന്യായീകരിക്കപ്പെടാതെ നിയമവിരുദ്ധമായി മാത്രം നടപ്പിലാക്കിയ അധിനിവേശ ശക്തിയുടെ വിപുലമായിട്ടുള്ള നശീകരണവും സ്വത്ത് കൈവശപ്പെടുത്തലും എന്ന യുദ്ധക്കുറ്റം. രണ്ടാമതായി, ഒരു അന്താരാഷ്ട്ര സായുധ സംഘടനത്തിൽ അത്തരം ആക്രമണങ്ങൾ ഹാനിയോ സാധാരണക്കാർക്ക് പരിക്കോ അല്ലെങ്കിൽ സിവിലിയൻ വസ്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുമെന്ന അറിവിൽ മനഃപൂർവ്വം ആക്രമണം അഴിച്ചുവിടുന്നത് യുദ്ധക്കുറ്റമാണ്. മൊത്തത്തിലുള്ള സൈനിക നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, ആഭ്യന്തര യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു എതിരാളിയുടെ സ്വത്ത് നശിപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുക. അത്തരം നാശമോ പിടിച്ചെടുക്കലോ സംഘർഷത്തിൻ്റെ ആവശ്യകതയായതുകൊണ്ട് നിർബന്ധിതമായി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അത്തരം ഭവനങ്ങൾ നശിപ്പിക്കാൻ ഉത്തരവിടുകയോ സൗകര്യം നൽകുകയോ നടത്തുകയോ ചെയ്യുന്നവർ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പ്രസക്തമായ ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണലിൽ മാത്രമല്ല, അത്തരം യുദ്ധക്കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറുള്ള ഏത് സംസ്ഥാനത്തിൻ്റെയും കോടതിയിൽ വിചാരണ ചെയ്യപ്പെടാം. ഇനി റൈറ്റ് ടു വർക്ക് എന്നുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.